ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതക സമയത്ത് സാംസ്കാരിക നായകർ ഒപ്പുശേഖരണം നടത്തിയപ്പോൾ എം.ടി. വാസുദേവൻ നായർ അതിന്റെ ഭാഗമായില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. CPIM ഇല്ലാത്ത കേരളത്തെക്കുറിച്ച് ചിന്തിക്കാനാകില്ലെന്ന് എം.ടി. പറഞ്ഞു. കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ കാവ്യവൽക്കരണം എം.ടി. വാസുദേവൻ നായർ എതിർത്തെന്നും എം.വി. ഗോവിന്ദൻ പറയുന്നു. ഒരു ഘട്ടത്തിൽ TP വധവുമായി ബന്ധപ്പെട്ട് എഴുത്തുകാരുടെ ഒപ്പ് ശേഖരിച്ച് പത്രങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് നൽകുന്ന സാഹചര്യമുണ്ടായി. MD-യുടെ അടുത്തും പോയി. MD അതിൽ ഒപ്പിട്ടില്ല. CPM-നെ പറ്റി വിമർശനം ഉണ്ടാവാം, എന്നാൽ CPM ഇല്ലാത്ത ഒരു കേരളത്തെ പറ്റി എനിക്ക് ചിന്തിക്കാനേ ആവില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയെ കാവ്യവൽക്കരിക്കുന്നതിനെതിരായി MD നിലയുറപ്പിച്ചിരുന്നു എന്നുള്ളതും നമ്മുടെ അനുഭവമാണ്. ദീപക് ധർമ്മടം വിവരങ്ങളുമായി. ദീപക്, ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസ് ഇതിലേക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പരാമർശിക്കാനിടയാകുന്ന പശ്ചാത്തലം എന്താണ്? MT ഒരു രാഷ്ട്രീയ വായന എന്ന കേളോട്ടൻ സ്മാരക സമിതിയുടെ പഠന കേന്ദ്രത്തിൻ്റെ ഒരു ഏകദിന സെമിനാറാണ് ഇന്ന് കോഴിക്കോട് നടക്കുന്നത്. CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിനോടനുബന്ധിച്ചുള്ള AKG ഹാളിൽ നടക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് M.V. ഗോവിന്ദൻ മാസ്റ്റർ CPIM സംസ്ഥാന സെക്രട്ടറി നിർവഹിച്ചത്. അതിൽ MTയുടെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നു. MT ഒരു വൈരുദ്ധ്യാത്മക ഭൗതികവാദി ആയിരുന്നില്ല, പക്ഷേ എന്നാൽ കൃത്യമായ പുരോഗമനവാദിയും ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് നടന്ന ആളാണ്. പക്ഷേ CPIM-നെ വിമർശിക്കേണ്ടടുത്ത് വിമർശിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആ ഘട്ടത്തിലാണ് CPIM-ന് കരുതലേകിക്കൊണ്ട് MT നിലപാടെടുത്തു എന്നുള്ളത്. TP ചന്ദ്രശേഖരൻ വധം കഴിഞ്ഞ് ആ വിവാദം ആളിക്കത്തി നിൽക്കുന്ന സമയത്ത് എഴുത്തുകാരുടെ കൂട്ടായ്മ കേരളത്തിലെ മുഴുവൻ എഴുത്തുകാരുടെയും ഒപ്പുശേഖരണം നടത്തി. അങ്ങനെ വിവിധ പ്രധാന എഴുത്തുകാരുടെ ഒപ്പുശേഖരണത്തിന് ശേഷം MTയുടെ വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ MT ഒപ്പിടാൻ തയ്യാറായില്ല. TP ചന്ദ്രശേഖരൻ വധത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഒപ്പുശേഖരണത്തിനും മാറി നിന്നു. മാത്രവുമല്ല, CPIM-നെ വിമർശിക്കാം, പക്ഷേ CPM ഇല്ലാത്ത ഒരു കേരളത്തെക്കുറിച്ച് ചിന്തിക്കാൻ തയ്യാറല്ല എന്ന് MT പറയുന്നു. മറ്റൊന്ന്, M.V. ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസംഗത്തിൽ ഉടനീളം MTയുടെ ഒരു ഇടത് നിലപാടിനെ, പുരോഗമന നിലപാടിനെ കുറിച്ച് കൃത്യമായി പറയുന്നു. ചാതുർവർണ്ണയത്തെ എതിർത്തു, മനുസ്മൃതിയെ എതിർത്തു എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, സ്ത്രീ ശാക്തീകരണം, ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം വന്ന സ്ത്രീകളുടെ ഒരു പുരോഗമന ചിന്താഗതിയും ശാക്തീകരണമുണ്ട്. അത് കൃത്യമായി കഥാപാത്രങ്ങളായി അടയാളപ്പെടുത്താൻ കൃത്യമായി MT നിലപാടെടുത്തു എന്നുള്ളതാണ് പറഞ്ഞത്. ഏതായാലും സെമിനാർ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ വിഷയങ്ങളിൽ നിരവധി പേർ ഇന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷേ തുടക്കത്തിൽ ഉദ്ഘാടനത്തിൽ തന്നെ MTയെ കൃത്യമായി CPIM-ന് ചില ഘട്ടങ്ങളിൽ പരിചയൊരുക്കി എന്നുള്ളത് M.V. ഗോവിന്ദൻ മാസ്റ്റർ തുറന്നടിക്കുകയാണ് ഉണ്ടായത്. ഹാഷ്മി. ഓക്കെ, ദീപക് ധർമ്മടമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ സാംസ്കാരിക പ്രവർത്തകർ നടത്തിയ ഒപ്പുശേഖരണത്തിൽ M.D. വാസുദേവൻ ഒപ്പിട്ടില്ല എന്നൊക്കെ പറയുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി.